ഇനി എന്താ വേണ്ടത്? ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? और क्या चाहिए आपको? और क्या चाहिए मैडम? मैडम और क्या चाहिए आपको? മാഡം ലേഡീസിനോട് ചോദിക്കുമ്പോൾ മാഡം നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ഇനി എന്താ വേണ്ടത്? और क्या चाहिए आपको? और कुछ नहीं चाहिए, ഇനിയൊന്നും വേണ്ടേ? और कुछ नहीं चाहिए, ഇനിയൊന്നും വേണ്ടേ? ഇതാണ് और എന്ന് പറഞ്ഞാൽ ഇനി എന്ന് പറയാം. ഓക്കെ, और क्या चाहिए? और क्या चाहिए? ഇനി എന്താ വേണ്ടത്? उनको और क्या चाहिए? അയാൾക്ക് ഇനി എന്താ വേണ്ടത്? उनको और क्या चाहिए? उनको और कुछ नहीं चाहिए. उनको और कुछ, ഇനി അയാൾക്കൊന്നും വേണ്ട. പൂര ഹോ ഗയാ, പൂര മിൽ ഗയാ, എല്ലാം കഴിഞ്ഞു, എല്ലാം കിട്ടി. और कुछ नहीं चाहिए. ഓക്കെ, ഇനി നമ്മൾ और कौन, ഇനി ആരാ ഉള്ളത്? ഒരാൾക്ക് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു, ഇനി ആരാ ഉള്ളത്? और कौन, ഇനി ആരാ? और कौन, ഇനി ആരാണ്? ഇനി നമ്മൾ ചോദിക്കാം ഇനി എന്താണ്? और क्या है? और क्या, നമ്മൾ സംസാര ഭാഷ പിന്നെന്താ? और क्या, ഇനി എന്താ നമ്മൾ പറയുമല്ലോ, നമ്മൾ കാര്യം ചെയ്തിട്ട് അത് നമ്മൾ ചെയ്തു, പിന്നെന്താന്ന് പറയാം, അതാണ് और क्या है? और क्या करूं मैं, ഇനി ഞാൻ എന്താ ചെയ്യാ? और क्या करूं, നമ്മൾ ഇനി എന്താ ചെയ്യാ? और हम क्या करेंगे, ഇനി നമ്മൾ എന്താ ചെയ്യുക? और हम क्या करेंगे, അവിടെ हम പറയണ്ട, और क्या करेंगे, और क्या करेंगे, ഇനി എന്താ ചെയ്യുക? और क्या करूं मैं, ഞാൻ ഇനി എന്താ ചെയ്യുക? और मैं क्या करूं, ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുത്തു, ഇനി ഞാൻ എന്താ ചെയ്തു കൊടുക്കേണ്ടത്? और मैं क्या करूं, और मैं क्या करूं, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ और എന്ന് പറയും. അപ്പോൾ ഒരാളിങ്ങനെ സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ മലയാളത്തിൽ പിന്നെ ഞാൻ എനിക്കിത് വിശദമായിട്ട് പറഞ്ഞു എന്നാ തോന്നുന്നു. എന്തായാലും നമുക്കൊന്നുകൂടി പറയാം, ആളുകൾ ചോദിച്ചുകൊണ്ടാണ്. और भाई, और बोलो, और ഇതാണ് ഔറിൻ്റെ അർത്ഥം. ഇവർ ഇന്ത്യക്കാർ എപ്പോഴും പറയുന്നതാണ് और कुछ, और ഇപ്പം ഈ और എന്ന് പറയും. നമ്മളിങ്ങനെ ഫോണൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിങ്ങനെ വെറുതെ കിട്ടുന്ന ഫോണാവും. പിന്നെന്തല്ല, വെറുതെ ചോദിക്കുക, പിന്നെന്തല്ല और क्या, और कुछ എന്നിങ്ങനെ ചോദിക്കും. ഇതാണ് और എന്നതിൻ്റെ പ്രത്യേകത. ഓക്കെ, बहुत शुक्रिया, धन्यवाद.